നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫോക്ക് സോങ് റൗണ്ടിൽ തന്നെ അങ്ങ് തുടങ്ങാം. അത് പൊളിക്കല്ലേ. സോ പാടാൻ വരുന്നത് അനുഷ്കയാണ്. സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക. തെക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്നു വന്നു കളി വിളയാടട്ടെ. വടക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്നു വന്നു കളി വിളയാടട്ടെ. പള്ളി വാളും ഭദ്രവട്ടകവുമായി തിരുമുമ്പിൽ ചെന്ന് കളി തുടങ്ങാ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛനെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛനെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക സ്ത്രീധനം മുതലേ വേറെയുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ, ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ, ഏഴരവട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരു സ്ത്രീധനമായി. അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരു സ്ത്രീധനമായി. തരിക വേണം വടക്കും കൊല്ലം വാഴും നല്ല പൊന്നച്ഛനെ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല
പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി വാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ അനുഷ്ക എന്തോ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഡാൻസേഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ വന്നപ്പോ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ സാർ എന്താ പറയുക, നല്ലൊരു കൊഴുപ്പുള്ള നമ്പറാണ് മോള് പ്രസന്റ് ചെയ്തത്. ഈ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മള് അറിയാണ്ട് തുള്ളിപ്പോവും. നന്നായിട്ടുണ്ട് മോളെ. കുറച്ചും കൂടെ പവർ ആകാമായിരുന്നു എന്നൊരു ചെറിയ തോതിലൊരു ഡൗട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒരു പട്ടിണി കിടന്ന അങ്ങനെ പള്ളിവാള് എല്ലാം തായോ മോളെ കുറച്ചും കൂടെ പവർ ആകാമടാ. അപ്പൊ അതിനൊരു ആ ഗ്രൂവിനൊരു ഗും കിട്ടും. നമുക്കൊന്ന് പവറായിട്ട് അതൊന്ന് പാടിയാലോ. പള്ളിവാള് അങ്ങനെ തൊട്ടുവാ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് അങ്ങനെ തുടങ്ങി അങ്ങനെ അല്ലല്ലോ, തുടങ്ങി അങ്ങനെ പള്ളിവാള് എന്ന് പറയുമ്പോൾ ഉള്ള മറ്റേ വാള് വെച്ചാൽ പോലെ ഇരിക്കും കേട്ടോ. മോളത് അതൊന്നും അങ്ങനെ പവറാട്ടി അങ്ങനെ എന്ന് തന്നെ പാടിയാലോ അതിനൊരു ഗ്രിപ്പുള്ളൂ. എല്ലാം നീ സമ്മതിക്കുന്നുമുണ്ട്, ഒന്നും എനിക്ക് ഇങ്ങോട്ട് പാടി തരുന്നതുമില്ല. അവിടെ തൊട്ട് പാടിക്കോ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള്. ഒരു പവർ നമുക്ക് കുറച്ചും കൂടെ ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. മോള് പാടിയത് പോറുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കുഞ്ഞ് നന്നായിട്ട് തന്നെ പാടി, പക്ഷെ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പാടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മക്കളെ അതുപോലെ ഇടയ്ക്ക് വരുന്ന അതെന്തോ അത്ര തളർന്നിട്ടൊരു ഓ കേട്ട് എന്തായിരുന്നത്? അത് ഒച്ചെടുത്ത് പാടണതാ. ഒച്ചയെടുത്തത് മക്കള്. വെരി ഗുഡ്, ഐ എം സോ ഇംപ്രസ്ഡ്. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ അതിന്റെ ഒരു പവറില്?
ഇല്ല മോളെ ഈ ഓ ഒരു അതിന് അന്തപ്പെട്ട ലെവലിലായിരുന്നു ഒറിജിനലുള്ള മോള്. ഇത് കേൾക്കണം കേട്ടോ, ടെലികാസ്റ്റ് വരുമ്പോൾ കേൾക്കണം. ഒരു ശക്തി ഇല്ലാണ്ട് വല്ലാത്തൊരു ഓയായിരുന്നു അത് മക്കളത് കുറച്ചും കൂടെ അതിന്റെ ഒരു ആ ഓയ്ക്കൊരു ഗുമ്പണ്ടേ. നമ്മളെന്ത് പാടിയാലും അത് ഇതിനെ അങ്ങോട്ട് എൻഹാൻസ് ചെയ്യണം. അപ്പൊ ആ വിധത്തിലും അത് അങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. അല്ല ചുമ്മാതെ അതൊരു ചുമ്മാ ഒരു ഓ ഇടത്തില്ലല്ലോ. ഇവിടെ ഇത്ര നൃത്തം കിടക്കുന്ന അതിന്റെ ഇടയ്ക്ക് വാ 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 അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അത് നമ്മളത് ആ ഒരു ഓയ്ക്കൊരു പവർ വേണ്ടേ. അപ്പൊ അത് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ എടുത്ത് പറയേണ്ട ഒരാളുണ്ട്. അതെ, അയാളെ പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതമേ ഇല്ല നമുക്കാർക്കും. ആ ശക്തൻ തമ്പുരാനാണ് നമ്മുടെ തൃശ്ശൂരിന്റെ പ്രിയപുത്രൻ. എനിക്ക് നിക്കടേ. അവൻ അതിന്റെ ഇടയ്ക്ക് കയറി പാടുന്നൊന്നും അല്ലാണ്ട് വേറെ ഏതാണ്ട് ഒരു ലൈനും കൂടെ ഭദ്രവാളും ഒക്കെ അവൻ അങ്ങ് പാടി. എന്നിട്ട് അവിടെ കൂളായിട്ട് നിൽക്കുക. ഈ അവസാനത്തെ ഓ എന്തായിരുന്നടാ നീ പാടിയത്? ആ ഒരു സസ്റ്റൈൻ ഇല്ലേ അതിൽ? വലിയ ഗാന്ധാരം ഉണ്ടോ? വലിയ ഗാന്ധാരം അതും ചേർന്നിട്ടില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയില്ല. അത് സത്യം പറഞ്ഞാൽ പാട്ട് അതിന്റെ ലാസ്റ്റിൽ അത് ശ്രുതിയിലല്ല. അതുകൊണ്ടാണ് മക്കൾ അങ്ങനെ പാടിയത്. ഫാന്റാസ്റ്റിക്കടാ. അത് കാര്യം ഞെട്ടലുണ്ടാക്കി ഞങ്ങളിൽ. കാര്യം എന്തെങ്കിലും അതിനൊരു ഒരു ഏതെങ്കിലും അതിനകത്തുള്ള നോട്ട്സ് പാടാലോ. നീ ആ കൊച്ചിനായിട്ട് വലയ്ക്കണോ? അല്ല അത് അതിലങ്ങനെ അത് ഒരു മധ്യമമോ പഞ്ചമോ ഒക്കെ നിനക്കത്ര പാടപ്പെടും. ഇത് ചേരാത്തൊരു ആണോ? ദേവിയല്ലേ പറഞ്ഞപ്പോ? ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? ആ ദേവിന്നാണ് ഞാൻ പാടി. പോയല്ല അല്ലായിരുന്നല്ലേ? എന്നാ പിന്നെ കുഴപ്പമില്ലടാ. ഒറ്റ അടി വെച്ചാലും എടേ അത് മോനെ അതിനോട് ചേരുന്ന വിധത്തിൽ ഒരു ചുമ്മാ ഒരു ഷൗട്ട് നാളെ കുഴപ്പമില്ല. ഇത് സസ്റ്റൈൻ പിടിക്കല്ലേ നീ. അപ്പൊ അതിനോട് റെലവെന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് ആർക്കും അത് സൂഹിച്ചില്ല. ഇപ്പൊ ഉണ്ണിക്കിട്ടൻ ചെട്ടി എണീറ്റ് പാൻ തുടങ്ങി. എനിക്ക് മതി എന്ന് പറയും. ഇപ്പൊ ഞാൻ പിടിച്ചെടുത്തി. ഷാനാണെങ്കിൽ എന്റെ കയ്യിലിട്ട് നുള്ളലോട് നുള്ളൽ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാ കേട്ടോ, ചിലത് ഒരു ഷൗട്ടാണെങ്കിൽ കുഴപ്പമില്ല മോനെ. നീ സസ്റ്റൈൻ ചെയ്യുമ്പോൾ ആ സ്കെയിലിലുള്ള നോട്ടാണെങ്കിൽ അതിന് കുറേയും കൂടെ ചന്തം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ശ്രുതി ആ പാടിയ ആൾ ശ്രുതി ചേർന്നില്ലെന്നൊന്നും പറയരുത് കേട്ടോ. അതൊരു ഫീലിൽ പാടുന്നതല്ലേ. നമ്മൾ നീയാതാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഷിനു നമ്പ്യാരെ, നിന്റെ മേജർ സെവന്ത് കൊണ്ടുള്ള കളി എനിക്ക് ഇത് എഫ് ഷാർപ്പായത്. അവൻ പൂന്ന് വിളയാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പെർഫോമൻസ് പ്രസന്റേഷൻ എല്ലാരും കൂടി ചെയ്ത് മോള് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ക്യൂട്ടായി പെർഫോം ചെയ്തു, പാടി, ഡാൻസേഴ്സ്, ആ കൊറിയോഗ്രാഫി വെരി 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 എഫക്റ്റീവ്. ഭയങ്കര അങ്ങനെ നോക്കിയിരിക്കാം. വേറെ പെർഫെക്ഷൻ ഇനിയും അവിടെ എവിടെയൊക്കെ ഉണ്ടാവാം. ബട്ട് അതങ്ങനെ പാടി പാടി പ്രാക്ടീസ് അതൊക്കെ തന്നെ വരും. അതൊന്നും അല്ലാത്ത സ്ഥലത്തൊക്കെ പെർഫെക്റ്റ് ആവാം. ഓക്കെ. പക്ഷെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതും ആ എൻ്റെ ഇത് നിർത്തിയില്ലേ, അത് നല്ലൊരു ഫീലായിരുന്നു. ശരിക്കും ചെറിയൊരു ദേവിയെ പോലെ ഉണ്ടായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. പള്ളിവാള് ഭദ്രവടകം കയ്യിലേന്തും തമ്പൂരട്ടെ. അനുഷ്ക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പറഞ്ഞേ, ആരൊക്കെയാണ് സിംഗർ? ആൽബം ഏതാണ്? ഞാൻ പഠിച്ച ഫയലില് മ്യൂസിക് രതീഷ് വേഗ. രതീഷ് വേഗ. ഓക്കെ. രതീഷ് ഭായിയുടെ പേരാ കണ്ടതല്ലേ? പിന്നെ ലിറിക്സ് ഫലാഹുദ്ദീൻ കച്ചേരി. പിന്നെ പാടിയതൊരു ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ പേര് KG വിഷ്ണു എന്നാണ്. ഓക്കെ. തെയ്യരയ്യം എന്ന് പറഞ്ഞ ആൽബം അല്ലേ? മോള് നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ ഗുമ്മാവാമായിരുന്നു ഒരു തോന്നല് ഉണ്ട്. കുറച്ചുകൂടെ ഒരു പവർ, ഒരു പുഷ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ശരത്തേട്ടനും ഞാനും ഒരേപോലെ എഴുതി വെച്ചൊരു സ്ഥലമാണ് ഓ ഓ ഓ ഓ എന്നുള്ള ആ ഒരു പോർഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് കണ്ണുകൊണ്ട് നോക്കി നീ, അതും കുറച്ചൊരു ഔട്ടായിരുന്നു ശ്രുതിന്ന്. അത്രേ ഉള്ളൂ. ബാക്കി നല്ല നല്ല ഓളം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സ് എല്ലാം കൂടെ വന്ന് സംഭവം മൊത്തം ആ ഒരു ട്രാൻസി മോഡിലേക്ക് വന്ന് ഭയങ്കര രസം. പിന്നെ എസ്പെഷ്യലി ഉണ്ണി സാർ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക. അനുഷ്ക, ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ, മാർക്ക് പ്ലീസ്. മക്കളെ ദേവി, എന്തോ 8 മാർക്ക് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക, ഞാനൊരു 0.5 കൂടെ കൂട്ടിത്തരാം. 8.5. താങ്ക് യു സർ. ഉണ്ണി സാർ, അനുഷ്കയ്ക്ക് എന്റെ വക
താങ്ക് യു സർ. കുടുംബസ്വത്തൊക്കെ കൊടുക്കുന്നതാണോ? അനുഷ്കയ്ക്ക് എന്റെ വക. ജയകാന്തൻ വക എന്നൊക്കെ പറയുന്നത്. ഓക്കെ സോ ടോട്ടൽ 16.5 മാർക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ദേവാങ്കി, ഓ, എങ്ങനെയുണ്ടായി ചലഞ്ച് റൗണ്ട്? ചലഞ്ച് ആയി പോയി. വല്ലാത്ത ചലഞ്ച് ആയി പോയില്ലേ? ഏതാ എളുപ്പം പാടാൻ? അത് ചോദിച്ചാ വിത്ത് ഓർക്കസ്ട്ര ഓർ വിത്ത് അങ്ങനെ അത് ഓർക്കസ്ട്രയിലാണ്. ഇല്ലാണ്ടാണോ? ഓക്കെ, നമുക്ക് ചോദിക്കാം ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സർ. യെസ് പാറു. ദേവാങ്കി, ഓ, മക്കളെ ഉഗ്രം പാട്ട് മോളെ, ബ്യൂട്ടിഫുൾ പാട്ട്, നല്ല പാട്ട് സെലക്ഷൻ. അതിന് ഒരു പ്രത്യേക പ്രശംസ മോക്ക്. താങ്ക് യു സർ. അപ്പം മോളെ ചക്കര തുടക്കത്തിൽ ഇപ്പോൾ തേനും വയമ്പും എന്നുള്ളത് അത് ചെയ്തേക്കുന്നത് മോളത് പാടുമ്പോൾ അതിനൊരു സുഖം കിട്ടുന്നില്ല. അത് കുഞ്ഞത് വടി പോലെ അങ്ങ് പാടുക. അതെന്താണ് അങ്ങനെ? ആദ്യത്തെ ചോദ്യം പറയൂ. അതറിയില്ല, അത് തുടക്കം പെട്ടെന്ന് തുടങ്ങിയതല്ലേ. പിന്നെ ഇതിന് പിന്നെ നോട്ടീസ് തരാൻ പറ്റുമോ? പാട്ട് തുടങ്ങാൻ പോവാണ് കോർട്ട് നോട്ടീസ്. മോളെ അതൊക്കെ കൃത്യം അങ്ങനൊന്നും അല്ല, അതൊന്നും അല്ല. അതിൻ്റെ മോളെ അത് പഠിച്ചു വെച്ചേക്കുന്നതിനൊരു തെറ്റുണ്ട്. ഒന്ന് പാടാമോ? ഷിനു നമ്പ്യാർ. മോളെ തേനും തേനും വയമ്പും. ആ തേനുമ്മും ബുമ്മും സോഫ്റ്റ് ആക്കും മോളെ. തേനും വയമ്പും. ആ തേനും വയമ്പും. തേനും വയമ്പും. ആ പാടിക്കോ. നാവിൽ തൂവും വാനം പാടി. ആ വാനമ്പാടിക്ക് അത്ര നീട്ടവും വേണ്ട. വാനമ്പാടി. വാനമ്പാടി. ആ ഒന്നുകൂടെ. തേനും വയമ്പും. തേനും തേനും വയമ്പും വയമ്പും. നാവിൽ തൂവും വാനം പാടി. രാഗം അത് മോളെ അതൊരു ഒരു ക്രസന്റ് ഓഫ് ഫീൽ അല്ലേ? രാഗം ആദ്യം പോലെ അവസാനം വരെ അങ്ങനെ PVC പൈപ്പ് പോലാണോ? ആ അപ്പൊ അത് പാട്. ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. ഗുഡ്. വാനമ്പാടി നാക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വാനമ്പാടി. ആ ഫ്രേസിങ്ങിന് ഒരു ചന്തമുണ്ട് മോളെ. താരീരാരീരാ താരീ ദാരാ ദാരീരീരാ മതി. വാനമ്പാടി. വാനമ്പാടി ഉറങ്ങും കേട്ടോ. അതൊരു മാനത്തെ ശിങ്കാരത്തോപ്പിൽ പാടിക്കേ. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂ. അത് ആ നോട്ടൊന്ന് കാണിക്കണം ചെറുതായിട്ട്. പിൽ അങ്ങനെ വേണ്ട, എന്നാൽ അതൊന്ന് കൊണ്ട് എത്തിക്കണം. തോപ്പിൽ ദീരി. തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. ആ ഓക്കെ. അടുത്തത്. കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു. ആ പോരുന്നൊക്കെ ശ്രുതി ചേർന്നാ കുറച്ചും കൂടെ സുഖം കിട്ടും. ആ നീയും പോരുന്നു. ഇപ്പോഴും ഷാർപ്പാ മോളെ. നീയും പോരുന്നു. ഇപ്പോഴും ഷാർപ്പാണ്. അത് നീ ശരിയായിക്കൊണ്ടാ മതി കേട്ടോ. താളം പിടിക്കുന്ന. താളം പിടിക്കുന്ന വാലാട്ടി പക്ഷിക്ക് താലി കെട്ടിന്നല്ലേ നീയും പോരുന്നു. ആ ഒക്കെ ഒന്ന് ചേരണം. പിന്നെ ഈ രാഗം ഒരു സിംഗിൾ തക്കിട്ടെത്താം എന്നല്ലേ രാഗം ഡൈനാമിക്സ്. അത് 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 ഇങ്ങനെ വലുതാവട്ടെ. രാഗം
മോളെ സോഫ്റ്റ് ആയിട്ട് വലുതാക്കടാ. നീ ആദ്യമേ രാഗം, പിന്നെ നമുക്ക് അവിടെ ഹെഡ് റൂം ഇല്ല. അപ്പൊ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പാടിയിട്ട് വലുതാക്ക്. ആ രാഗം രാഗം ശ്രീരാഗം പാടൂ രാഗം, പാടൂ. ശ്രീരാഗം പാടൂ നീ വീണ്ടും ആ വീണ്ടും ആഹാ. വീണ്ടും വീണ്ടും. ഗുഡ് ഗുഡ്. താങ്ക് യു ശരത് സർ. ഓക്കെ ഉണ്ണി സാർ. ഓൾമോസ്റ്റ് ഒരു 45 വർഷം ആയില്ലേ ഈ പാട്ട്. ഇപ്പോഴും കേൾക്കും എന്തൊരു സുഖമാണ് അതിന് മ്യൂസിക്കും. മോള് നന്നായി പാടി, പക്ഷെ നോട്ട് യുവർ ബെസ്റ്റ്. ഐ തിങ്ക് യു കെൻ ഓൾവേസ്, ഐ തോട്ട്, ബിക്കോസ് എല്ലാം പാടുന്നതൊക്കെ നന്നായി പാടുന്നുണ്ട്, എല്ലാം സംഗതികളൊക്കെ കറക്റ്റ് ക്ലാരിറ്റിയോട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു മെയിൻ പ്രോബ്ലം ഇന്ന് വാസ് ദി പിച്ചിങ്, ശ്രുതി, ആ ഒരു അലൈൻമെന്റ് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ. മോള് 2 കാതിലാണ് വെക്കുന്നത്? അല്ല, ഒറ്റ കാതിലാണ് വെക്കുന്നത്. ഓക്കെ, വൈ ഇറ്റ് ഇസ് ഗോയിങ് ഷാർപ്പ്? ഐ വാസ് വണ്ടറിങ്. എല്ലാം തേനും വയമ്പും. സോ അത് ഓരോ നോട്ട്, അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ തമ്പൂരയുടെ കൂടെ പാടുമ്പോൾ അത് ഭയങ്കര ഷാർപ്പായിരുന്നു ആ ഹോൾ പോർഷൻ. ബട്ട് യു ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ വോയിസ് ആൻഡ് എല്ലാം പാടാൻ സാധിക്കും. സോ ബ്യൂട്ടിഫുൾ. നല്ല ഫീലും എല്ലാം ഉണ്ട്. അത് ആ സസ്റ്റെയിൻസ്. സോ അപ്പോൾ ഒരു ആ ഫ്ലോ എവിടെയാ കുറച്ച് വിബ്രാറ്റോ കൊടുക്കണ്ടേ, എവിടെയാണ് കുറച്ച് സസ്റ്റെയിൻസ്, എവിടെ സസ്റ്റെയിൻസ് കട്ട് ചെയ്യണ്ടേ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ നോക്കിയാൽ മതി. അത് ശരത്ത് അത്ര ഭംഗിയായിട്ട് പറഞ്ഞു തന്നുണ്ട്. സോ ഗോഡ് ബ്ലെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണി സാർ. ഷാനിക്ക. ദേവാംഗി, നല്ല സോങ് സെലക്ഷൻ മോളെ. നല്ല സോങ്. മോളുടെ ശബ്ദത്തിന് ചേർന്ന സോങ് ആണ്. ഇപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനിയും ബെറ്റർ ആവാം ആക്ച്വലി. കാരണം ഈ പാട്ടിന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡൈനാമിക്സും ക്രഷൻഡോസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടെ ഉൾക്കൊണ്ട് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചോദിക്കാം എന്ത് മാർക്ക്? ആ ശരത് സർ. 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8. താങ്ക് യു സർ. ഉണ്ണി സർ. മോൾക്ക് ഇതാ ഓക്കെ നല്ല മാർക്ക്. ഓക്കെ, ടോട്ടൽ 16 മാർക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. നിവേദ് ആൻഡ് ഫാമിലി ഇതാ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ, ആകെ ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഇത് അച്ഛൻ, ഇതമ്മ, ഇത് അനിയത്തി. പരിചയപ്പെടുത്തിന് അച്ഛന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്ക്. അച്ഛന്റെ പേര് പ്രവീൺ രാജ്. അച്ഛൻ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരിലായിരുന്നു, ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ്, IT എഞ്ചിനീയറിംഗ്. ഓക്കെ. പിന്നെ അമ്മ ദ്യുതി, ടീച്ചറായിരുന്നു. Once upon a time. ഇപ്പം ടീച്ചർ വർക്ക് ഫ്രം ഹോം ആണോ? അല്ല, ഷോക്ക് വേണ്ടി ഈ വർഷം ഞാൻ പോയിട്ടില്ല. കുട്ടികൾ രക്ഷപ്പെട്ടു. ഞാൻ മാത്സ് ആയിരുന്നു സബ്ജക്ട്. മാത്സ്. എന്റെ അമ്മേ. ഓക്കെ, ഇനി ലച്ചു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേന്ന് പറ. 1B. 1Bയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ലച്ചു, ചേട്ടൻ എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കിയേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഡോക്ടർ ലച്ചു ഒന്ന് നോക്കിയേ. രോഗി തന്നെ എടുത്തു വെച്ചു കൊടുക്കുന്നു. എടാ നീ വെക്കല്ലേ, അവള് വെക്കട്ടെ. ചെവിയിൽ വെക്കാ ആദ്യം. ഇത് ഡോക്ടർ അത് ചെവിയിൽ വെക്കണ്ടേ? ഇത് ഏതോ വ്യാജ ഡോക്ടറാന്നാ തോന്നുന്നു. ആ, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇടിക്കുന്നുണ്ടാ? ഇല്ലേ? ഒന്നുകൂടെ ശരിക്കും നോക്കിക്കേ, ഞങ്ങൾക്ക് ഇവിടെ ശബ്ദം കേക്കാലോ. ഒന്നുകൂടെ വെച്ച് നോക്കിയേ. ശബ്ദം കേക്കുന്നില്ലേ? ചേട്ടൻ എന്തെങ്കിലും അസുഖം ഉണ്ടാ? ഇല്ലേ? പനി ഒന്നുമില്ല. ഓക്കെ അച്ഛാ, അച്ഛന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അച്ഛൻ ഭയങ്കര ഡാൻസും ഓട്ടവും ചാട്ടവും, അതിന്റെ ഇടയിൽ വീഴ്ചയും. എത്ര വീഴ്ച, അവസാനം ഒരു കുത്തും കിട്ടി. ഇവിടെ വന്നപ്പോ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഷാഹുൽ
കൊറിയോഗ്രാഫർ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് എന്നെ കളിക്കാനായത്. അതിലെല്ലാം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പീക്കറി ഡോക്ടറിനെ. ഡോക്ടറെ, എനിക്കൊരു കാര്യം, എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരുമോ ഡോക്ടർ? തരാന്ന് പറ. അല്ല, അത് പറയുന്നില്ല. തരാന്ന് ഓക്കെന്നോ? തരാന്ന് പറ. അയ്യോടാ മക്കളെ, ആ ഡോണ്ട് ടച്ച് മീ ഒന്ന് പറയാമോ? അയ്യോ, ഞാൻ പറയാൻ വരുമായിരുന്നു. പറഞ്ഞേ. Don't touch me. ഡോണ്ട് ടച്ച് മീ. ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യാന്ന് പറ. ചുമ്മാതിരിക്കും മനുഷ്യ. ബ്യൂട്ടിഫുൾ മോളെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി പാട്ട് എങ്ങനെ ഉണ്ടായും ചോദിക്കും. ഓക്കെ ഉണ്ണി സാർ. ഭയങ്കര ക്യൂട്ട് ഫാമിലി, ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ്. താങ്ക് യു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രവീൺ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ദ്വിതി ആൻഡ് ലക്ഷ്മി ആൻഡ് നിവേദ്, സൂപ്പർ പെർഫോമൻസ്. നന്നായി പാടി. ആ പാട്ടിന്റെ എക്സ്പ്രഷൻ, ഒരു കോൺഫിഡൻസ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരു കെയർ ഫ്രീ ആയിട്ട് അങ്ങനെ പെർഫോം ചെയ്യണം. ഇറ്റ്സ് നോട്ട് ബോതർഡ്, ഇറ്റ്സ് എൻജോയിങ് യുവർ സെൽഫ്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായി പാടി. നല്ല ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂമേഴ്സ്, ട്രെയിനേഴ്സ് രൂപേഷ് ആൻഡ് രജി രണ്ടുപേർക്കും എന്തായാലും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവർ രണ്ടുപേരും നന്നായിട്ട് പാടുന്ന ആളുകൾ. വെരി ഗുഡ് സിംഗേഴ്സ്. വളരെ സന്തോഷം. ആൻഡ് നിവേദ് ആൻഡ് ഫാമിലി അടിച്ചു പൊളിച്ചു. സൂപ്പർ പെർഫോമൻസ്. സാറിന്റെ ഒരു പാട്ട് ഒരു 3 വർഷം മുമ്പ് ഇവര് സാറും സുജാത മാം കൂടി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, സിൽ സിൽ സിലല്ല എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ഇവർ രണ്ടും കൂടി പാടി ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ സില്ല് കഴിഞ്ഞിട്ടുള്ളു, ബാക്കി എന്ത് കാര്യം? നീ മിന്നല സിൽ 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 സില്ലല്ല സൊൽ സൊൽ നീ മിന്നല ഈ കാതലേ വാഴ ഉൻ കൺകൾ കൂർവാല ഈ സാരല ഇസെ കൂറല ഉന്നയാനവള സിൽ 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 സില്ലല്ല സൊൽ സൊൽ നീ മിന്നല സിൽ 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 സില്ലല സൊൽ സൊൽ നീ മിന്നല നീ കാതലേ വാഴ സ്വന്തങ്ങൾ പൂവാല നീ കാതലായി തൂരല പൂഞ്ചോലയാനവള. സൂപ്പർ സൂപ്പർ മോളെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. പ്രമാദം പ്രമാദം. അടിപൊളി. അവിടെ ശബ്ദവും ആ ശബ്ദത്തിൽ അത് കേൾക്കാൻ ഭയങ്കര ആ ഒറിജിനലായിട്ട് നീ കുഞ്ഞു പാടിയാ മതിയായിരുന്നു. ഇനി ഞാൻ പറയട്ടെ. അപ്പൊ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കലക്കി. താങ്ക് യു സർ. അച്ഛനും അമ്മയും തകർത്തു. പ്രവീൺ അല്ലേ? പ്രവീൺ. ഉണ്ണി പറഞ്ഞത് കറക്റ്റാ. പ്രവീൺ അടിച്ചു പൊളിച്ചു വന്നു. അടിപൊളി. അടിപൊളിഞ്ഞു വീണ്. രസമുള്ള ഫാമിലി കേട്ടോ. അവരെ കണ്ടിട്ടും ഒരു ഒരു നല്ല ടൈമൊക്കെ ഈസി ആയിട്ട് പോകും നിങ്ങളുടെ വീട്ടിലല്ലേ? നീ എന്തോന്നല്ലേ ഈ ഫാമിലി ഒരു ക്രൂര ഫാമിലി ആയിട്ട്? ക്രൂരല്ല. എന്താ പറഞ്ഞോ? കുറച്ച് നല്ലതാ. കുറച്ച് നല്ലതാ. കുറച്ചൊന്ന് 21%. അത്ര ഒരു 50, കുറച്ചും കൂടി 60, പിന്നെ ഒരു 75, 90. 90 നന്നായിരുന്ന ഏറ്റവും നല്ല ഫാമിലിയാണ് ലോകത്ത് കേട്ടോ. മിണ്ടായിരിക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് നോക്കും. എത്ര ശതമാനം ഉണ്ടാവും ശരത് സാർ? വലിയ പാടാവും. അവിടെ ഉണ്ടാവാറില്ലല്ലോ. ഓ മിസ്റ്റർ ഷാൻ റഹ്മാൻ. No, I don't like that. Did I make a false allegation? Yeah, definitely. Okay. I don't think Don't so. do that. Don't repeat it, okay? Okay. I'm sorry, brother. Okay. മക്കളെ, ചക്കരെ, നീ ഉഗ്രായിട്ട് പാടിയടാ. എനിക്ക് ആകപ്പാടെ ഉള്ള ഒരൊറ്റ, നിനക്ക് ഉഗ്രം കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ സെക്കൻഡ് ഹാഫില്ലേ, ഏതാണ് സീരിയസ് ആണ്. അതാ സീരിയസ് ആയിട്ട് ആ നോട്ടൊന്ന് കൃത്യമായിട്ട് കാണിക്കായിരുന്നു മക്കൾക്ക്. അത്രേ ഉള്ളൂ. അതൊരു തെറ്റൊന്നും അല്ല. എങ്കിലും നമുക്ക് അതും കൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നേ. ഇപ്പോഴും നല്ലതാണ്. ഉഗ്രായിട്ട് പാടി കേട്ടോ. അത് മക്കൾ അതൊന്ന് പാടാമോ? അതിന്റെ മുമ്പിലത്തെ ലൈൻ പാടിയിട്ട് അതൊന്ന് പാട്.
സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ്. ആ നോട്ട് സീരിയസ് ആന്ന് പാടണ്ട, സീരിയസ് ആണ്. ആ സാധനം ഒന്ന് കേക്കട്ടെ. സീരിയസ് ആണ് കാര്യം. അങ്ങനുണ്ടോ അതില്? ഇപ്പൊ ഇതങ്ങ് സീരിയസ് ആയി മക്കളെ. വല്ലാതെ സീരിയസ് ആണ്. അത്ര സീരിയസ് അല്ല, ചുമ്മാ ആ നോട്ടൊന്ന് കേക്കാൻ വേണ്ടി. സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ്. മതി മതി മക്കളെ, മതി മതി. ബോധിച്ചു, സന്തോഷായി. സന്തോഷായോ? പിന്നെ ഹാപ്പി. ഐ ആം ഹാപ്പി. ഓക്കെ. ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഓ ലവി മോനെ, നീ നന്നായിട്ട് തന്നെ പാടിയടാ. സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ? മ്യൂസിക് കമ്പോസർ ജോൺസൺ മാഷ്, പിന്നെ ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ, പാടിയത് KJ സാർ. ജോൺസൺ മാഷിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് കമ്പോസിഷൻ അല്ലേ? എടാ നീ നന്നായിട്ട് തന്നെ പാടി. എനിക്കും ഞാനും ഈ സീരിയസ് ആണ് കാര്യം അതിന്റെ താഴെ മാത്രമേ ഞാൻ വരയിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ ഞാൻ ആ ഒരു ആക്ടിൽ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. പ്രവീൺ എത്ര തവണ വീണു? അതാ അടിപൊളി. അതെ, അടിപൊളി. 2-3 പ്രാവശ്യം വീണു. വീഴ്ചയോട് വീഴ്ച. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു, പ്രത്യേകിച്ച് ആ കുഞ്ഞ് വാവ ബേബി ശാലിനി. അതെ, അടിപൊളിയായിരുന്നു. നീ ഇത് ഈ പാട്ട് കണ്ടിട്ടുണ്ടോ? അവിടെ വിഷ്വൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നൈസ് നൈസ്. അതിന്റെ അകത്ത് ഒരു വീടല്ലേ, ഇത് ഞങ്ങളൊരു വെറൈറ്റി ആക്കി ഞാൻ ക്ലിനിക് ആക്കി. നന്നായി. അതൊരു വെറൈറ്റി ഫീൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ആക്ട് അടിപൊളിയായിരുന്നു, പാട്ടും നന്നായിരുന്നു കേട്ടോടാ. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് വെക്കാം. നല്ല കമന്റ്സ്. ഓക്കെ ശരത് സർ. എനിക്ക് കുഞ്ഞു ചോദിച്ചാലേ ഞാൻ മാർക്ക് തരൂ. അയ്യോ മക്കളെ, എന്നെ സാറൊന്നും വിളിക്കല്ലേ നീ. ആകെ സങ്കടം തോന്നുന്നു മോനെ. നിനക്കല്ല ഇപ്രാവശ്യം മാർക്ക്, ആ കുഞ്ഞിനാ അല്ലേ ഷാനെ? കുഞ്ഞിന് 0.5 കൊടുത്തു. മക്കൾക്ക് 8 മാർക്ക്, പാടിയതിന് ഇവന് 1 മാർക്ക്. താങ്ക് യു സർ. സൂപ്പർ. ഇനി ചോദിക്കേ ഷാനിക്ക, മാർക്ക് തരുമോ? ചോദിക്കേ. മാർക്ക് തരുമോ? മതി മതി, അത് മതി, ഞാൻ തരും. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ ഓക്കെ ഓക്കെ, ടോട്ടൽ 17.5 മാർക്ക്. ഓക്കെ, അടിപൊളി. താങ്ക് യു അച്ഛാ അമ്മ. ബൈ ലച്ചു. നിവേദുട്ടന്റെയും ഫാമിലിയുടെയും ഒരു ക്യൂട്ട് പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. കഴിഞ്ഞു. എന്ത് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ശരി, പോയി കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.